ആണവ കരാറിൽ അമേരിക്കയുമായി ചർച്ചകൾ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്ത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ബുധനാഴ്ച നിരസിക്കുന്ന നടപടി കൈക്കൊള്ളുകയുണ്ടായി. മാത്രമല്ല, ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അമേരിക്ക പാലിക്കില്ലെന്ന് തങ്ങൾക്കറിയാമെന്നും പിന്നെ ചർച്ച നടത്തിയിട്ട് എന്താണ് കാര്യമെന്നുമുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ചർച്ചയ്ക്കുള്ള ക്ഷണം പൊതുജനാഭിപ്രായത്തെ വഞ്ചിക്കലാണെന്ന് ഖമേനി പറഞ്ഞതായി ഇറാനിലെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കത്ത് ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ഖമേനി പറഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഖമേനി പറഞ്ഞത് ട്രംപ് ഭരണകൂടവുമായി നടത്തുന്ന ചർച്ചകൾ കാര്യമായ ഫലം കാണില്ലെന്നും ഉപരോധങ്ങൾ ചുമത്തി ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നാണ്. ഇറാനെതിരെ ഏതൊരു സൈനിക ആക്രമണത്തിനെതിരെയും അതിശക്തമായി തിരിച്ചടിക്കുമെന്നും ഖമേനി ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരുന്നു. കൂടാതെ ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അമേരിക്കക്കാരോ അവരുടെ ഏജന്റുമാരോ രാഷ്ട്രങ്ങളോ തെറ്റായ ഒരു ചുവടുവെപ്പ് നടത്തിയാൽ ഇറാന്റെ പ്രതികരണം വളരെയധികം നിർണായകമായിരിക്കും. ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെയായിരിക്കുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആണവ ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഖമേനിക്ക് കത്തയച്ചിരുന്നത്. ട്രംപ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത്. കത്തയച്ചതിനു ശേഷം ട്രംപ് ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്ന 2 കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇറാനെ കൈകാര്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ 2 വഴികളുണ്ടെന്നായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നത്. ഇറാനെ സൈനികമായി നേരിടുക അല്ലെങ്കിൽ അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുക എന്ന് ട്രംപ് കർശനമായ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗഷ് ട്രംപിന്റെ കത്ത് ഇന്നലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അരഗ്ചിയും ഗർഗാഷും കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യത്തിനിടെ ട്രംപിന്റെ ചർച്ചാ വാഗ്ദാനം വഞ്ചനയാണെന്ന് ഖമേനി വീണ്ടും എടുത്തു പറഞ്ഞതായി ഇറാനിലെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. 2018 ലോകശക്തികളുമായുള്ള ഇറാന്റെ 2015 ആണവ കരാറിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിക്കുകയും അതുപോലെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്തിയ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയുമായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല, ഇറാനിയൻ രാഷ്ട്രീയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഖമേനിയാണ്. ഭീഷണികൾക്ക് വഴങ്ങി ഇറാനെ ചർച്ചകളിലേക്ക് തള്ളിവിടില്ലെന്ന് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇറാനുമായി ഒരു ആണവ കരാറിനുള്ള ചർച്ചയ്ക്ക് വാതിൽ തുറന്നിട്ടിരിക്കെ ഇറാനെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒറ്റപ്പെടുത്താനും അതുപോലെ തന്നെ എണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കാനും ട്രംപ് തന്റെ ആദ്യ ടൈമിൽ പ്രസിഡന്റായി പ്രയോഗിച്ച പരമാവധി സമ്മർദ്ദം വീണ്ടും ഇറാനുമേൽ ചുമത്താനുള്ള സാധ്യതയുണ്ടെന്നും ഖമേനി പറയുകയുണ്ടായി. ആണവായുധം വികസിപ്പിക്കുന്നുവെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ശക്തമായി പറയുമ്പോഴും തങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അത് ഒരിക്കലും തടയാൻ കഴിയില്ലെന്നും പക്ഷെ തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഇറാൻ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇറാന്റെ കൈവശമുള്ള 60% വരെ പരിശുദ്ധിയുള്ള യുറേനിയം ശേഖരം ഏകദേശം 90% ആയുധ ഗ്രേഡ് ലെവലിനോട് അടുത്ത് കുതിച്ചുയർന്നതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇറാന്റെ ആണവാഭിലാഷങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുഖ്യ ശത്രുവായ ഇസ്രായേൽ ഭീഷണി ഉയർത്തുകയും ചെയ്യുകയുണ്ടായി. ഇറാന്റെ ആണവ അഭിലാഷങ്ങളെയും മിഡിൽ ഈസ്റ്റിലെ അതിന്റെ സ്വാധീനത്തെയും തടയാൻ ഇസ്രായേലും അമേരിക്കയും ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും കഴിഞ്ഞ മാസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ സന്ദർശിച്ച ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു.